അതിപ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ജനത്തിരക്കിൽ അതായത് കൂപ്പൺ എടുക്കാനുള്ള ജനത്തിരക്കിൽ മരണപ്പെട്ടത് 6 പേരാണ്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്ന ദുരന്തം. എല്ലായ്പ്പോഴും തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിൽ കേമന്മാരായിരുന്ന തിരുപ്പതി ക്ഷേത്രത്തിൽ എന്തു സംഭവിച്ചു എന്ന് ആർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അവിടെ ഉണ്ടായിരുന്ന മരിച്ചവരിൽ ഒരു സ്ത്രീയുണ്ട്, അതിൽ ഒരു മലയാളി ഉണ്ടെന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥ. മലയാളി ആയാലും തെലുങ്കനായാലും വേദന മരണം ഇതൊക്കെ സെയിം തന്നെയാണ്. എന്നിരുന്നാലും 3 സ്ത്രീകളാണ് മരണപ്പെട്ടത്. 6 പേരോളം മരിച്ചു. അതിൽ 20 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതെല്ലാം നമ്മുടെ ഭക്തന്മാർക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ എന്തായിരുന്നു വൈകുണ്ഠ ഏകാദശി, ഏറ്റവും പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശിയാണ്. ആ വൈകുണ്ഠ ഏകാദശിക്ക് കൂപ്പൺ മേടിക്കുന്ന ആ തിരക്കിലാണ് തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും പേര് മരണം ഉണ്ടായത്. ഇത് ഒരു പുതിയ കഥയായി മാറുന്നില്ല, പഴങ്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പലയിടത്തും ഇതിപ്പോൾ നോർത്തിലെ പല ക്ഷേത്രങ്ങളിലും ഈ മരണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് കേരളത്തിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു മരണം നടക്കാത്തത്. ഇപ്പോൾ തമിഴ്നാട് വരെ എത്തിയിരിക്കുന്നു. അല്ല, കേരളത്തിലെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ദൈവിക സ്ഥാനത്തോ ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ആരും മറന്നിട്ടില്ല കുസാറ്റ് ദുരന്തം. അതെ, അത് മറന്നിട്ടില്ല. അതും ഇത് തിക്കിലും തിരക്കിലും വിട്ട് 4 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞത് നമ്മളെല്ലാം മറക്കാൻ സാധിക്കില്ല. ആൾക്കൂട്ടം വരുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഞെരിഞ്ഞമർന്ന് ഒരുപാട് ആൾക്കാർ മരിക്കുന്നൊരു സംഭവം എന്നൊരു പുതുമയല്ലാതായിരിക്കുന്നു. പ്രത്യേകിച്ചും ആരാധനാലയങ്ങൾ എനിക്കൊന്ന് ഉത്തരേന്ത്യകളൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ പ്രത്യേകിച്ചും ഉത്സവ സമയങ്ങളിൽ ആൾക്കാർ ബാരിക്കേഡുകൾ പൊട്ടിയും കോണികൾ പൊട്ടിയും ഒക്കെ എനിക്ക് തോന്നുന്നു തീർച്ചയായും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉത്സവ സമയം അല്ലെങ്കിൽ സീസണൽ സമയത്തെല്ലാം തീർച്ചയായും ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ ഇവരെല്ലാം ഏറെ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾറെഡി നോണാണ്, ഓക്കെ ഇത്രയും ജനത്തിരക്ക് ഉണ്ടാവും. കാരണം കാലാകാലങ്ങളായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാ മനുഷ്യൻ്റെയും ജീവന് വിലയുണ്ട്. അപ്പോൾ ആ ഒരു ജീവൻ സംരക്ഷിക്കേണ്ടത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്, അല്ലേ? അതെ. അത് മാത്രമല്ല പൗർണമി, ഈ പറയുന്ന അമ്പലങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ തിരുപ്പതി ക്ഷേത്രം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്കും വെച്ച് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. ഏതാണ്ട് 16 ലക്ഷം കോടി ആസ്തിയാണ് അമ്പലത്തിന്റെ ആസ്തി. എന്ന് ആലോചിച്ച് നോക്കുക, 16 ലക്ഷം കോടി ആസ്തി എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ഒരു ദിവസം വരുന്ന ഭക്തരുടെ കണക്ക്, പ്രതിദിന കണക്ക് 60,000 ഒരു ഉത്സവം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഉത്സവത്തിന്റെ സീസണുകളിൽ അവർ പറയുന്നത് 1 ലക്ഷത്തിന് മേലിലാണ്. അതായത് ശരാശരി 2.5 കോടി ജനങ്ങൾ ഒരു വർഷം വന്നു പോകുന്ന ഒരു അമ്പലം. ഓരോ ദിവസവും സമ്പത്ത് കുമിഞ്ഞുകൂടുകയാണ് ആ അമ്പലത്തിൽ. സമ്മതിച്ചു, വരുമാനം കൂടുന്നതല്ലാതെ തിരുപ്പതി ക്ഷേത്രത്തിൽ കുറയുന്നില്ല. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് എന്തിനൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളൊരു കണക്കുകൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ കീറിമുറിച്ച് പരിശോധിക്കേണ്ട സമയം അമ്പലങ്ങളിലും പള്ളികളിലായാലും മോസ്കിലായാലും വരുന്ന ആ സമ്പത്തിന്റെ അല്ലെ കണക്കുകൾ കീറിമുറിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ സമ്പത്ത് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ പറയുന്നത് ഈ പറയുന്ന ആഘോഷത്തിന് മുമ്പായിട്ടുള്ള കൂപ്പൺ എടുക്കുന്ന കേസ്, അത് തലേന്ന് ആൾക്കാർ അവിടെ കൂടി നേരത്തെ ക്യൂ പിടിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ആൾക്കാരോട് കൂടുകയും തലേന്ന് അവിടെ അത്രമാത്രം പോലീസുകാരുണ്ടായിരുന്നില്ല. ഒരു കൂപ്പൺ ഡിസ്ട്രിബ്യൂഷൻ, അതായത് 8-ാം തീയതിയാണ് ഈ അപകടം നടക്കുന്നത്. അന്ന് ഈ കൂപ്പൺ വൈകുണ്ഠ ഏകാദശി ദർശൻ കൂപ്പൺ എന്നാണ് പേര്. അപ്പോൾ ഈ കൂപ്പൺ സ്വീകരിക്കാനായി വലിയ രീതിയിലുള്ള ക്യൂ ഉണ്ടായിരുന്നു. ആളുകളെല്ലാം ആ ക്യൂ ഫോളോ ചെയ്തിരുന്നു. എന്നിരുന്നാലും ആ ക്യൂവിൽ സ്വാഭാവികമായിട്ടും നല്ല തിരക്കുണ്ട്, ആളുകൾ ഒരുപാടാണ്. ആ ക്യൂവിൽ നിന്നൊരു സ്ത്രീക്ക് ഏറ്റവും മുൻപിൽ നിന്നിരുന്ന ഒരു സ്ത്രീക്ക് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അപ്പോൾ ആ സ്ത്രീയെ അവിടെ നിന്നും കടത്തി ഒന്ന് മാറ്റാൻ അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ വേണ്ടി മാറ്റാനിരിക്കുക ആ ബാരിക്കേഡ് ചെറുതായിട്ടൊന്ന് അനക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു ഇത്തിരി ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തള്ളിക്കയറാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തള്ളിക്കയറ്റമാണ്. ആ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ 6 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നത്. അതെ, അത് മാത്രമല്ല പിറ്റേന്നത്തേക്കാണ് പോലീസിനെ അവർ വിന്യസിച്ചിരുന്നത്. പക്ഷെ തലേന്ന് അത്രയും മാത്രം ക്ഷേത്ര സമിതിയുടെ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു പ്ലാൻ പാളിപ്പോയി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വിചാരിച്ച പോലെ അല്ല കാര്യം. അവർ വിചാരിച്ചിരുന്ന കൂപ്പൺ കൊടുക്കുവാണെങ്കിൽ, പറയപ്പെടുന്നത് എങ്ങനെയാണ്, കൂപ്പൺ കൊടുത്താൽ ആ കൂപ്പണിൽ സമയക്രമം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയക്രമത്തിനനുസരിച്ച് തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ആ ഒരു പ്ലാൻ തെറ്റിപ്പോയി. കാരണം പ്ലാൻ ബി എപ്പോഴും നമുക്ക് വേണം. കാരണം പ്രത്യേകിച്ചും വൈകുണ്ഠ ഏകാദശി പോലുള്ള ഒരു സംഭവം, അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിന്റെ ഒരു സെനാരിയോ നോക്കേണ്ടതുണ്ട്. തിരുപ്പതി പോലുള്ള അമ്പലം എന്നതിൽ എല്ലായ്പ്പോഴും തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ അത് നിസ്സാരമായിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. അവരങ്ങനെ നിസ്സാരമായി കണ്ടു എന്നല്ല നമ്മൾ പറയുന്നത്. പല ഭാഗത്തു നിന്നുള്ള ആളുകൾ, അതെ, ഇന്ത്യക്ക് പുറത്തുനിന്നും ഉണ്ടാവാം ആൾക്കാർ. ഈ പറയുന്ന പോലെ വെങ്കടാചലപതി ഒന്ന് കാണാനായിട്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് വർഷക്കണക്കിന് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വരുമാനവും അതനുസരിച്ച് കൂടുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, ഇത്രയോ പവന്റെ ഭണ്ഡാരപ്പെട്ടിയിലിടുന്നു, ഇത്രയോ പവൻ കൊണ്ട് കിലോ കണക്കിന് സ്വർണ്ണ ഭണ്ഡാരപ്പെട്ടിയിലിടുന്ന ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം സമ്പന്നനാണ് വെങ്കടാചലപതി. ഒരു പക്ഷേ ആ സമ്പന്നത കൂടിയപ്പോൾ സമ്പന്നതയിൽ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ കണ്ണു മഞ്ഞളിച്ചു പോയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 18ഓളം ട്രസ്റ്റികളാണ് ഇത്. അതിൽ തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും പൗർണമി ഈ ട്രസ്റ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റിയുടെ കീഴിലല്ല
12ഓളം ട്രസ്റ്റുകൾ അല്ലെങ്കിൽ 18ഓളം ട്രസ്റ്റുകളോടടുത്ത് തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ കൂടെ നല്ല രീതിയിൽ കുറച്ചുകൂടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാവുന്ന. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പള്ളി പെരുന്നാളായാലും അമ്പല ഉത്സവങ്ങളായാലും മോസ്കുകളിലായാലും എവിടെയാണ് ഒരു ആംബുലൻസോ ഒരു പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറോ നഴ്സിനെയോ അറ്റൻഡറോ എവിടെയെങ്കിലും നിർത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാരണം അത് വേണം, അത് തീർച്ചയായിട്ടും വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയ്ക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഉത്സവങ്ങൾ പോലെ അല്ല ഇപ്പോൾ. കൊറോണയ്ക്ക് ശേഷം ജനങ്ങൾ പുറത്തേക്ക് ഒരുപാട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇനിയൊരു കൊറോണ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, അതുകൊണ്ട് വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, എന്ത് ആഘോഷം ഞങ്ങൾ ഇന്ന് ആളുകളെ ആ ഒരു പിടിച്ചിരുത്തിയ ഒരു കാലം കൊണ്ട് അതല്ലേലും എപ്പോഴും നമ്മൾ പിടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പുറത്തു പോകണം അല്ലെങ്കിൽ ചാടി പോകണം എന്നുള്ള തോന്നലുകൾ വരുന്നത്. എന്തായാലും ഇപ്പോൾ നിലവില് അമ്പലങ്ങളിലായിക്കോട്ടെ, പള്ളികളിലായിക്കോട്ടെ, മോസ്കുകളിലായിക്കോട്ടെ, ഇവിടെ എല്ലാം എന്ത് ചടങ്ങുകളിലും പ്രത്യേകിച്ച് ഉത്സവ സമയത്ത് ആളുകൾ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ കുടുംബസമേതം കുട്ടികൾ നമ്മളൊന്ന് ഏതെങ്കിലും ഉത്സവത്തിന് പ്രത്യേകിച്ച് അർത്തുങ്കപ്പള്ളിയിലെ പെരുന്നാളിനോ മുല്ലക്കൽ ചെറുപ്പിനോ ഒക്കെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ വൈകിട്ട് 6-ന് ശേഷം ആൾക്കാരുടെ അഭൂതപൂർവമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. പകലല്ല, പകരം രാത്രി പൂരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്സവം അമ്പലങ്ങളിൽ കയറണമെന്നില്ല ആൾക്കാർക്ക്. അവിടെ വന്ന് വെച്ചിട്ട് നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ആളുകളെ കണ്ട് തിരക്കൊന്ന് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തിരക്കൂടുമ്പോ നമ്മുടെയൊക്കെ വീട്ടിൽ ആൾക്കാർ പണ്ട് പറയുമായിരുന്നു ഭയങ്കര തിരക്കാണ്, നമ്മൾ ഇന്ന് പോകുന്നില്ല, പോകണ്ട. പക്ഷെ ഇന്ന് അങ്ങനെ ആൾക്കാരുടെ മനോഭാവം മാറിയിരിക്കുന്നു. ഇന്ന് ആൺ പെൺ പിന്നെ കുട്ടികൾ എന്ന ഭേദമില്ലാതെ ആൾക്കാരെല്ലാവരും ഒഴുകുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പിൽഗ്രിം സെന്ററുകൾ നടക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത് അവിടുത്തെ ആൾക്കാർ ബിസിനസ് ആണ്. തീർച്ചയായിട്ടും ദേ ആർ മണി മൈൻഡഡ് പീപ്പിൾ എന്ന് ഞാൻ പറയാം. എനിക്ക് അടച്ച് ആക്ഷേപിക്കുമല്ലോ, അത് വേണം. ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനും ഉത്സവത്തിന്റെ നടത്തിപ്പിനും ഒക്കെ തീർച്ചയായിട്ടും ഇൻകം ഉറപ്പായിട്ടും വേണം. പക്ഷേ അത് അവിടെ കൊണ്ടുതരുന്ന ആൾക്കാരുടെ ജീവനും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ക്ഷേത്ര സമിതിക്കായാലും പള്ളി സമിതിക്കായാലും മറ്റേ മോസ്കിന്റെ സമിതികൾക്കായാലും ഉണ്ട് എന്നുള്ളതാണ് തിരുപ്പതിയിൽ വളരെ ഖേദകരമായ ഒരു കാര്യമാണ് നടന്നത്. ഇതിനു മുമ്പ് ഉത്തരാഖണ്ഡിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഭഗവാൻ പിന്നെ ശിവന്റെ അമ്പലങ്ങളിലൊക്കെ മിക്കടുത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഈ സമ്പത്ത് മേടിച്ചെടുക്കുന്ന, ഇത് ജനങ്ങളിലേക്കല്ല പോകുന്നത്. ജനങ്ങൾ കൊണ്ടുതരുന്ന കാണിക്കയായാലും സ്വർണ്ണമായാലും ഇത് ക്ഷേത്രത്തിന്റെ വികസനത്തിനും ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്ന ഭക്തരുടെ ജീവനും സുരക്ഷിതത്തിനും ക്ഷേത്ര ഭാരവാഹികൾക്ക് തന്നെയാണ് 100% ഉറപ്പ്. അതിന് വിന്യസിക്കേണ്ടത് പോലീസുകാരെ അറേഞ്ച് ചെയ്യേണ്ടതും ആരോഗ്യ പ്രവർത്തകരെ അറേഞ്ച് ചെയ്യേണ്ടതും ക്ഷേത്ര സമിതിക്കാർ തന്നെയാണ്. ഇതിന് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഒരുപാട് മരണങ്ങൾ നടക്കാതിരിക്കട്ടെ, ഭക്തി അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കാൻ വരുന്ന ജനങ്ങൾക്ക് അനുഗ്രഹം കിട്ടട്ടെ. അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാതെ അവരെ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ക്ഷേത്ര ഭരണ സമിതികൾ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.